ടെലിവിഷൻ ഷോകളിലെയും സ്റ്റേജ് ഷോകളിലെയും നിറസാന്നിധ്യം, മലയാളികൾക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മുഖം. 1.5 വർഷം മുൻപാണ് പക്ഷാഘാതം പിടിപെട്ടത്. കലയുടെ ലോകത്തു നിന്നും ഉല്ലാസ് പന്തളത്തിന് മാറി നിൽക്കേണ്ടി വന്നു. വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 2 കാരണമുണ്ട്. നമുക്ക് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ സാമ്പത്തികം ഒരു മെയിൻ ഘടകമാണല്ലോ. സ്റ്റേജ് ഷോ ചെയ്യുന്നതാണ് ഏതൊരു കലാകാരനും സാമ്പത്തികം ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം ഓണം മുതൽ ഞങ്ങൾ സ്റ്റേജ് ഷോയ്ക്ക് ഞാൻ സജീവമായിട്ട് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതി ആയിരുന്നു എനിക്ക് അസുഖം വന്നത്. ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ ഇതുവരെ ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്കൊന്നും മുടങ്ങിയായിരുന്നു. ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തെറാപ്പിയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടുള്ള കുറേ കലാപ്രേമികളായിട്ടുള്ള ആളുകൾ എന്നെ സഹായിച്ചത് കൊണ്ടാണ്, വളരെ ആത്മാർത്ഥമായി സഹായിച്ചതുകൊണ്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും നമ്മുടെ മലയാളി പ്രേക്ഷകർക്കൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്താണ് ഉത്തരവാദിത്വം കൂടുതൽ. നമ്മൾ നല്ല പ്രോഗ്രാമുമായി ചെല്ലുമ്പോൾ അവർ നമ്മളെ ഇരുകൈ നീട്ടി സ്വീകരിക്കും, ഒരു സംശയം വേണ്ട. തിരിച്ചുവരവിന് ഒരുങ്ങിക്കഴിഞ്ഞു. ആവേശത്തിലും സന്തോഷത്തിലുമാണ് സുഹൃത്തുക്കളും കലാകാരന്മാരും. മലയാള മിമിക്രി വേദിയിൽ ഏറ്റവും കൂടുതൽ തഗ് ഡയലോഗുകൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഉല്ലാസനാണ്. കഴിച്ചോ അടുത്ത ആഴ്ച അങ്ങോട്ട് വരാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഈ ഒരു സാധനങ്ങൾ ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ആളുകൾ ഉല്ലാസണ്ണൻ ഇപ്പോൾ റീ എൻട്രി ആയി, അതിപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ആളുകൾ ഓർത്തിരിക്കുന്നു. ആളുകൾ പോസ്റ്റർ കണ്ട ഉടനെ വിളി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ഒരു ടീം വർക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉല്ലാസണ്ണൻ ഇല്ലായിരുന്നു. ഈ വർഷം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഉല്ലാസണ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്. ഇനി വേണ്ടത് പ്രേക്ഷക പിന്തുണയാണ്. മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.